സൂപ്പർ കപ്പ് കഴിഞ്ഞു. ഒഡീഷ എഫ്സിയെ 2-നെതിരെ 3 ഗോളിന് തകർത്ത് ഈസ്റ്റ് ബംഗാൾ കിരീടമണിഞ്ഞു. 12 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഇനി ISLന്റെ രണ്ടാം പാദ മത്സരങ്ങൾക്ക് കൊടിയേറുകയാണ്. ഈ മാസം 31-ന് ജംഷഡ്പൂർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തോടെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാരുടെ മത്സരം ഫെബ്രുവരി 2-ന് ഒഡീഷ എഫ്സിയുമായി അവരുടെ തട്ടകത്തിൽ വെച്ചാണ്. താരങ്ങളുടെ പരിക്ക് ബ്ലാസ്റ്റേഴ്സിന് ചെറിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും സെർജിയോ ലൊബേറയുടെ ഒഡീഷ എഫ്സിയെ നേരിടാനുള്ള സ്ക്വാഡ് നിലവിലുണ്ട്. മുന്നേറ്റ നിരയിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു തലവേദനയുള്ളത്. സൂപ്പർ കപ്പിൽ പരിക്കേറ്റ് ക്വാമി പെപ്ര പുറത്തായതുകൊണ്ട് തന്നെ പകരം ഒരാളെ ആ സ്ഥാനത്ത് എത്തിക്കുക എന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നിലവിൽ ഗോകുലം കേരളയിലേക്ക് ലോണിൽ അയച്ച താരം ഇമ്മാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുണ്ട്. ഗോകുലം കേരളയിൽ അത്യാവശ്യം നല്ല പ്ലേയിങ് ടൈം ലഭിച്ച താരം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ എത്തുമ്പോൾ ദിമിത്രിയോസിനൊപ്പം മികവ് കാണിക്കാൻ സാധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു നേട്ടം തന്നെയാകും. ഇഷാൻ പണ്ഡിതയും രാഹുൽ KPയും ഡയസൂക്കയും ബാക്കപ്പായി ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മാനുവൽ ജസ്റ്റിന് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചാൽ ISLന്റെ രണ്ടാം പാദ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ധൈര്യപൂർവ്വം തന്നെ കളത്തിലിറങ്ങാം. മധ്യനിരയിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ലൂണയുടെ പകരക്കാരൻ ഫെഡർ സിർണിച്ചും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്നിട്ടുണ്ട്. എന്നാൽ ഒഡീഷ എഫ്സിയുമായുള്ള മത്സരത്തിൽ താരം ഇറങ്ങുമോ എന്നത് വ്യക്തമല്ല. ഇനി സിർണിച്ചിന് ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ മികച്ച ഇന്ത്യൻ മധ്യനിര താരങ്ങളുണ്ട്. പരിക്കിൽ നിന്നും മുക്തനായി ജിക്സൺ സിംഗും ടീമിനൊപ്പം ഉള്ളതുകൊണ്ട് മധ്യനിരയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ടെൻഷൻ വേണ്ട. ഇനി പ്രതിരോധ നിരയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. മിലോസിന്റെയും ഡെസ്കോയുടെയും നേതൃത്വത്തിൽ ശക്തമായ ഡിഫൻസ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡീഷ എഫ്സിക്കെതിരെ കരുത്തരായ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് തന്നെയാവും കളത്തിലിറങ്ങുക. അതോടൊപ്പം ശക്തരായ ഒഡീഷ എഫ്സിയെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഒഡീഷയുടെ പ്രതിരോധ നിരയിലെ പ്രധാന താരമായ മുർത്താദ ഫോളിന് സൂപ്പർ കപ്പ് ഫൈനലിൽ റെഡ് കാർഡ് കിട്ടി പുറത്തായതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം നഷ്ടമാകും. ഒഡീഷയുടെ പ്രതിരോധത്തിൽ ഫോളിന്റെ കുറവ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ താരങ്ങൾക്ക് വേണ്ട വിധം വിനിയോഗിക്കാൻ സാധിച്ചാൽ ISLന്റെ സെക്കൻഡ് ഫേസിൽ മികച്ച വിജയത്തോടെ തന്നെ തുടങ്ങി പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് തന്നെ തുടരാം. അപ്പോൾ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.